ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് BLDC ഫാനുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആമസോണിലുള്ള ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഫാനുകളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു BLDC ഫാനിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കമ്പാരിസൺ വീഡിയോ വേണമെന്നുള്ള ഒരുപാടധികം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇന്ന് രണ്ട് ഫാനുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫാൻ എന്ന് പറയുന്നത് ആറ്റംബർഗിൻ്റെ റെനേസ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് V-Guardന്റെ ഇൻസൈഡ് G എന്ന് പറയുന്ന മോഡലാണ്. ആദ്യം തന്നെ നമുക്ക് V-Guard ഇൻസൈഡ് Gയിൽ എന്തൊക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇൻസൈഡ് G വരുന്നത് ഈ ഒരു വലിയൊരു ബോക്സിലാണ് കേട്ടോ. ഈ ഒരു ബോക്സിനകത്ത് തന്നെ ബ്ലേഡ്, മോട്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയൊരു ബോക്സിനോട് ഞാൻ ഒട്ടും തന്നെ താല്പര്യമുള്ള ആളല്ല. കാര്യം ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഒരു കുട്ടി ബോക്സിലാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബ്ലേഡ്സ് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള രണ്ട് ഫാനുകളുടെയും ബ്ലേഡ്സ് എന്ന് പറയുന്നത് കളർ വൈസ് ഏകദേശം സെയിം ആണ്. അപ്പോൾ അതുപോലൊരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് മോട്ടർ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു മോട്ടറിനകത്ത് തന്നെ ഇന്റേണൽസ് എല്ലാം വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അകത്തായിട്ട് LED കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇതിൻ്റെ മിഡിൽ കനോപ്പിയാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ റോഡ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് ബോട്ടം കനോപ്പിയാണ്, ഈ കാണുന്നത് ടോപ്പ് കനോപ്പിയാണ്. പിന്നെ ഒരു ഷാക്കിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് ബാറ്ററികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആയിട്ടൊരു സേഫ്റ്റി വയറും കാണാൻ പറ്റും. ആറ്റംബർഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു പാക്കേജിങ് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. എൻവയോൺമെന്റലി കുറച്ചുകൂടെ ഇതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരു മിനിമൽ പാക്കേജിങ് ആറ്റംബർഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഒരു യൂണിവേഴ്സൽ റിമോട്ട് ഉണ്ട്. ഈ ഒരു റിമോട്ട് യൂണിവേഴ്സൽ എന്ന് പറയുന്ന കാര്യം ഏത് ആറ്റംബർഗിൻ്റെ ഫാനുമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് ബാറ്ററീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഷാക്കിൾ കിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി വയറും ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഒരു എക്സ്റ്റൻഷൻ റോഡുണ്ട്, ടോപ്പ് കനോപ്പി ഉണ്ട്, പിന്നെ ബോട്ടം കനോപ്പി ഉണ്ട്, മോട്ടറുണ്ട്. മോട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു V-Guard ഇൻസൈഡിനെക്കാട്ടും കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് വരുന്നത് ഇതിനകത്താണ് കേട്ടോ. ഒരു കുട്ടി സൈസാണ് നമ്മുടെ ആറ്റംബർഗിന്. പക്ഷേ ആ ഒരു പെർഫോമൻസിനൊന്നും ഡിഫറൻസ് ഇല്ല. പക്ഷേ കുട്ടി സൈസാണ്. ഒരു മോഡേൺ ലുക്ക് അതിനുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് ലീഫ് കാണാൻ പറ്റും. ഏകദേശം സിമിലർ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പാരിസണിലേക്ക് കിടക്കാം. കമ്പാരിസണിൽ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവ്യൂസ് ആണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ആമസോൺ റിവ്യൂസ് നോക്കി നമുക്ക് ഒരുപാടധികം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഈ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ആറ്റംബർഗിൻ്റെ സാധനം ഒരുപാടധികം ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 15,000-ഓളം റിവ്യൂസാണ് ആമസോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസൈഡ് Gയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസൈഡ് Gക്ക് ഏകദേശം 25-ഓളം റിവ്യൂസാണ് എടുത്തിട്ടുള്ളത്. രണ്ടിനും നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് ആളുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 5 സ്റ്റാർ 3 സ്റ്റാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 സ്റ്റാർ റേറ്റിംഗ് ഇൻസൈഡ് Gക്ക് കൂടുതലാണ്. 1 സ്റ്റാർ റേറ്റിംഗ് കമ്പാരിറ്റീവ്ലി ആറ്റംബർഗിന് കുറവുമാണ്. രണ്ട് ഫാനുകൾക്കും റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. ഇതിൽ ആറ്റംബർഗിൻ്റെ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിമോട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏത് ആറ്റംബർഗിൻ്റെ ഡിവൈസ് വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല റൂമുകളിൽ പല ഫാനുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു സിംഗിൾ റിമോട്ട് ഉണ്ടെങ്കിൽ തന്നെ പല റൂമുകളിലെ ഫാനുകളും നിങ്ങൾക്ക് ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് Gയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു RF റിമോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാടധികം സ്വിച്ചുകളും കാര്യങ്ങളും കൺട്രോൾസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിമോട്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു കോമ്പാക്ട് സൈസാണ് നമ്മുടെ ആറ്റംബർഗ് റെനേസ പ്ലസിനുള്ളത്. അതായത് വളരെ കുട്ടി സൈസാണ്. നമ്മുടെ ഇൻസൈഡ് Gയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസൈഡ് Gയുടെ മോട്ടർ എന്ന് പറയുന്നത് ശകലം കമ്പാരിറ്റീവ്ലി വലുതാണ്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ആ ഒരു ഇൻറ്റേർണൽസ് കാണുന്ന രീതിയിലാണ്. ആറ്റംബർഗിലെ ഇൻറ്റേർണൽസ് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം ഒരു ബ്ലാക്ക് ആൻഡ് ആണ്. കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇൻസൈഡ് Gയിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിനകത്തുള്ള LEDs നമുക്ക് ആറ്റംബർഗിലാണെങ്കിൽ LEDs നമ്മൾ ഓണാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇൻസൈഡ് Gയിലാണെങ്കിൽ ആ ഒരു LEDs അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റേർണൽസിൻ്റെ ആ ഒരു പാർട്ട് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. ആ പുറത്തെ കവർ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ പുറത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനി സേവിങ്സ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആറ്റംബർഗിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സേവ് ചെയ്യാൻ സാധിക്കുക. കാര്യം 65% ആണ് എനർജി സേവിങ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതേസമയം V-Guardന്റെ ഇൻസൈഡ് Gയിലേക്ക് വന്നു കഴിഞ്ഞാൽ 53% സേവിങ്സ് റേറ്റിംഗ് ഉള്ളത്. ഒരു ചെറിയ നാൾ ഉപയോഗത്തിനൊന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് അത് തോന്നില്ലെങ്കിലും ഒരു ലോങ് ടൈം റണ്ണിൽ നമുക്കത് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതാണ്.
ഇനി ഈ രണ്ട് ഫാനുകളുടെ ലീവ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലീവ്സുകളിലെല്ലാം ഇപ്പോൾ കമ്പനിക്കാർ ഒരു തരത്തിലുള്ള ഒരു കോട്ടിങ് ചെയ്യാറുണ്ട്. ഈ ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡസ്റ്റ് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. നമ്മുടെ ഫാനുകളിലെല്ലാം കുറച്ച് ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാടധികം ഡസ്റ്റ് വന്ന് അടിയാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യുക എന്ന് കരുതിയിട്ടാണ് പല കമ്പനികളും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡസ്റ്റ് പ്രൂഫിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ലീഫുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾ കാണാം ആറ്റംബർഗിൻ്റെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള ലീഫാണ്. മാത്രമല്ല അതിൻ്റെ പുറത്തൊരു ഷൈനിങ് കോട്ടിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് കുറച്ചുകൂടെ ഷൈനിയർ ആയിട്ടുള്ളൊരു ലീഫാണ് ആറ്റംബർഗിനുള്ളത്. ഇൻസൈഡ് ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ആ ഒരു ലീഫ് കട്ടി വരുന്നില്ല. അത് മാത്രമല്ല ആ ഒരു കോട്ടിങ്ങോ ആ ഒരു ഷൈനിങ്ങോ അത്രത്തോളം ഇൻസൈഡ് ജിയിൽ കാണാൻ പറ്റില്ലെന്നുള്ളതാണ്. കുറച്ചുകൂടെ ഒരു പരപരപ്പുള്ളൊരു സർഫസാണ് നമ്മുടെ ഈ ഒരു ഇൻസൈഡ് ജിയിലേക്ക് വരുമ്പോൾ. ഇനി വാറൻറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാറൻറ്റിയിൽ ഏറ്റവും മികച്ച് നിൽക്കുന്നത് ഇൻസൈഡ് ജി ആണ്. ഇൻസൈഡ് ജിക്ക് കമ്പനി അല്ലെങ്കിൽ വി-ഗാർഡ് അവകാശപ്പെടുന്നത് 5 വർഷത്തെ വാറൻറ്റിയാണ്. അതേസമയം ആറ്റംബർഗ് റെനേസ പ്ലസിന് കമ്പനി അവകാശപ്പെടുന്ന വാറൻറ്റി എന്ന് പറയുന്നത് 2+1 അതായത് 3 വർഷത്തെ വാറൻറ്റിയാണ്. സോ അഡീഷണലി 2 വർഷത്തെ വാറൻറ്റി നിങ്ങൾക്ക് ഇൻസൈഡ് ജിയിൽ കിട്ടും. കളർ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്ഷൻസ് ആറ്റംബർഗിൽ കിട്ടും. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള കളേഴ്സ് അവൈലബിൾ ആണ് ആറ്റംബർഗിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും നിങ്ങളുടെ റൂമിൻ്റെ ആംബിയൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസൈഡ് ജിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കളർ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു എന്താ പറയുക പുറമേ ഉള്ളൊരു ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് രണ്ട് ഫാനുകളും ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു എയർ ഡെലിവറിയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എയർ ഡെലിവറി റേറ്റിംഗ് ആറ്റംബർഗിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ആഡഡ് ഇൻഫോർമേഷൻസും കിട്ടിയത് ആറ്റംബർഗിൻ്റെയാണ്. ലൈക്ക് സഡൻ പ്രൊട്ടക്ഷൻ, വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ആറ്റംബർഗിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ രണ്ട് ഫാനുകളും ഇറ്റ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലുക്സ് വൈസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് ലുക്സ് എന്ന് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ ആവശ്യമുള്ള സാധനം, എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.